നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ മോളുടെ ഫിലിം റിലീസായ ഉടനെ തന്നെ കാണണം എന്നുള്ളത് ഞാൻ മുൻപേ വിചാരിച്ചായിരുന്നു കേട്ടോ. കാരണം ഇല്ലെച്ചെങ്കിൽ ആൾക്കാർ റിവ്യൂസ് പറഞ്ഞ് അതങ്ങോട്ട് കൊള്ളാം. ഓൾറെഡി ഞാൻ ടിക്കറ്റ് മുൻപേ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും പാറും ബ്രദും കൂടിയിട്ടാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഈ മൂവിയുടെ ട്രെയിലർ ലോഞ്ചിനും പ്രസ് മീറ്റിനും ഇൻ്റർവ്യൂവിലും ഒക്കെ ആയിട്ട് വിസ്മയ മോഹൻലാലിന് ഒരുപാട് ട്രോളുകൾ കിട്ടിയിട്ടൊക്കെ ഉണ്ടല്ലേ. പക്ഷെ അന്നൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കേട്ടോ. പക്ഷേ എന്തായാലും എന്തോ സംതിങ് ഈ ഫിലിമിൽ ഉണ്ട് എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. പിന്നെ ഇതിലെ ഈ ഒരു സോങ് ഇത് ഇറങ്ങി അന്ന് തൊട്ടിട്ട് ഞാൻ ശരിക്കും ഈ മൂവിക്ക് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ മൂവിയെ പറ്റി പറയുകയാണെന്നുവെച്ചെങ്കിൽ എൻ്റെ അമ്മോ ഇൻ്റർവെൽ വരെയുള്ള ആ സമയമൊക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെ ഒരു സെക്കൻഡ് പോലെ നമ്മുടെ ശ്രദ്ധ ആ സ്ക്രീനിൽ നിന്ന് മാറില്ല പോലെ. ഈ ടൈറ്റിൽ കാർഡ് നോക്കിയിരിക്കുന്ന ആൾക്കാരോട് വേണ്ടിയിട്ട് പറയാണ്, നിങ്ങൾ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല, അത് ഏറ്റവും അവസാനമാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ മൂവി കണ്ട കാരണം കൊണ്ടേ ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഇത് ഇങ്ങനെ വരുന്നത് നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. വിസ്മയം നന്നായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്കൊക്കെ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ആ ഒരു മൂവിയിൽ വിസ്മയ. കാരണം ഭയങ്കര നന്നായിട്ടുണ്ട്, നല്ല മൂവിയാണ്. കൂടെ തന്നെ എടുത്തു പറയേണ്ട പേരാണ് കേട്ടോ ആശിഷിൻ്റെ. എൻ്റെ അമ്മോ എന്ത് കിടു ആക്ടിങ് ആണറിയോ, സൂപ്പറായിട്ടുണ്ട്. മൊത്തത്തിൽ കിടിലൻ തുടക്കം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. മസ്റ്റ് വാച്ച് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ പോയത് എങ്ങോട്ടാണെന്നറിയോ? ഞങ്ങൾ 3 പേരും കുറച്ച് ദിവസങ്ങളായിട്ട് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വളാഞ്ചേരിയിലത്തെ താര ബ്രൈഡൽ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ ഓണർ രപിത എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. നമ്മളിവിടെ മുന്നേയും വന്നിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് 3 പേർക്കും കൂടി വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അമ്മ പറഞ്ഞത് എൻ്റെ അടുത്തൊരു കാര്യം, നീ മുടി വെട്ടൊന്നും ചെയ്യരുത് കേട്ടോ, കാരണം ജന്മമാസമാണ് എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ആ കാര്യം തന്നെ ഓർക്കണത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നമ്മുടെ ജന്മമാസത്തിൽ മുടി വെട്ടരുത് എന്ന് പറയും. അപ്പോൾ എന്തായാലും ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇന്നത്തെ പരിപാടി തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ പാറുവിനും മൃദുവിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ പാറുവാണെച്ചെങ്കിൽ ഒരുപാട് ദിവസമായി ഹെയർ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൃദുവിനാണെച്ചെങ്കിലും ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഒരു ഹോട്ട് ഓയിൽ മസാജൊക്കെ കൊടുത്തിട്ട് പിന്നെ ഹെയർ കട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അവിടെ പോയാൽ എപ്പോഴും എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഹെയർ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ലാസ്റ്റ് ലുക്ക് ഇത് ഇങ്ങനെ ആയിരുന്നു കേട്ടോ. നമ്മൾ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഈ മക്കൾ രണ്ടുപേരും ഹാപ്പി. കർക്കിടകം കഴിയട്ടെ, ഞാൻ ഒരു വരവ് കൂടി വരേണ്ടി വരും.